വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നൂർബിന റഷീദ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതാ ലീഗ് നേതാക്കളെ അവഗണിച്ചു എന്നാരോപിച്ചാണ് രാജി. എന്നാൽ പാർട്ടി വിടില്ല എന്ന് നൂർബിന റഷീദ് വ്യക്തമാക്കി. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിക്കെതിരെ നൂർബിന രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഹരിത വിവാദം സൃഷ്ടിച്ചവർക്ക് സീറ്റ് നൽകിയെന്നതാണ് ആരോപണം. ഇത്രയും കാലം ഈ 2026 ഞാൻ വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇന്ന് ഇവിടെ വെച്ച് വിത്ത് എഫക്റ്റീവ് ഒഴിയുകയാണ്. മെമ്പർഷിപ്പ് ഉണ്ടാവും, പാർട്ടി വിട്ടിട്ടില്ല. എന്നിൽ അർപ്പിച്ച എല്ലാ ദൗത്യങ്ങളും അതിമനോഹരമായി നിർവഹിച്ചു. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി എന്നോട് പറഞ്ഞത് ഞങ്ങൾ വിന്നബിലിറ്റി സീറ്റാണ് നോക്കുന്നത്. അയോഗ്യതയായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരിത എന്ന വിവാദം സൃഷ്ടിച്ചവരാണ്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ വനിതാ ലീഗ് നേതൃസ്ഥാനം രാജിവെക്കുന്നുവെന്ന് നൂർബിന പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വനിതാ ലീഗിൽ ആർക്കും സ്ഥാനാർത്ഥിത്വം നൽകാത്തതിൽ നേരത്തെ തന്നെ എതിർശബ്ദം നൂർബിന പുറപ്പെടുവിച്ചതാണ്. ഇപ്പോൾ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തുമ്പോൾ ലീഗ് നേതൃത്വത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ നൂർബിന? തീർച്ചയായിട്ടും. അതായത് എതിർ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു വടി കൊടുത്തുകൊണ്ടാണ് നൂർബിന റഷീദ് പാർട്ടിയിലെ ആ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. പക്ഷേ അംഗത്വം രാജിവെക്കുന്നില്ല എന്നാണ് നൂർബിന റഷീദ് പറഞ്ഞിരിക്കുന്നത്. ലീഗ് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ വനിതാ ലീഗിനെ അവഗണിച്ചെന്ന തരത്തിൽ പരസ്യ പ്രതികരണം നടത്തിയ ആളാണ് നൂർബിന റഷീദ്. ഇന്നിതാ ഒരു ആഴ്ച കൂടെ തെരഞ്ഞെടുപ്പിനുള്ളൂ. ഈ ഘട്ടത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഫാത്തിമ തെഹ്ലിക്ക്, യൂത്ത് ലീഗിന്റെ നേതാവ് ഫാത്തിമ തെഹ്ലിക്ക് പേരാമ്പ്രയിൽ സീറ്റ് കൊടുത്തതിനെതിരെയാണ് നൂർബിന പരസ്യമായിട്ട് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അതായത് ഹരിത വിവാദമുണ്ടാക്കിയ 3 പെൺകുട്ടികളിൽ ഒരാളാണ് ഫാത്തിമ. പാണക്കാട് തങ്ങളെ ഉൾപ്പെടെ അവഹേളിച്ചു. അങ്ങനെ അത്തരത്തിലൊരു പീഡന പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഏതറ്റം വരെയും പോയി പോരാടി നിയമ പോരാട്ടം നടത്തണമായിരുന്നു. പക്ഷേ ആ കേസ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. റീൽസ് എടുത്തല്ല ജീവിക്കേണ്ടത്, സമൂഹത്തിനിടയിൽ പൊതുപ്രവർത്തനം നടത്തി ജീവിക്കണം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളും പരാതികളും ഉന്നയിച്ചുകൊണ്ടാണ് വനിതാ നേതാക്കൾക്കെതിരെയാണ് നൂർബിന വിമർശനം ഉന്നയിച്ചത്. സിനോജ് തോമസാണ് വിവരങ്ങൾ നൽകിയത്.